ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. എന്താണ് ഹ എന്ന് പറയുന്ന ഹെബ്രായ വാക്ക്? ഹ എന്ന് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പേരാണ്. യാഹുവേ എന്ന പേരാണ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഹ. അങ്ങനെയാണ് അബ്രഹാം, സാറായ്ക്കുള്ള അവസാനത്തെ ഹായാണ്. 3000 BC ആയപ്പോഴത്തേക്കിനും വീണ്ടും സ്നെഫ്രു എന്ന് പറയുന്ന രാജാവ്, സ്നെഫ്രുവിൻ്റെ കാലത്ത് 3000 BC കാലഘട്ടത്തിൽ അതിനുശേഷം കടന്നു വന്ന ഹോഫ്രു എന്ന് പറയുന്ന ഒരു രാജാവ്, ഇവരുടെയൊക്കെ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈജിപ്ഷ്യൻ പിരമിഡുകൾ കടന്നു വരിക. ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചന വിചിന്തന ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ 3 വ്യക്തികളിലൂടെ നമ്മൾ യാത്ര ചെയ്തു പോവുകയാണ്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ അബ്രഹാമിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പൂർവികരുടെ എല്ലാ തലമുറകളോടൊപ്പം നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പ്രഘോഷിക്കുകയാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ അനുഭവിച്ച പൂർവികരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് അത് ഹൃദയത്തെ സ്വീകരിച്ച് ആ ദൈവത്തെ മുഖത്തോട് മുഖം കാണാൻ സാധിക്കത്തക്ക രീതിയിൽ നമ്മൾ നടത്തുന്ന നമ്മുടെ ജീവിതയാത്രയ്ക്ക് പറയുന്ന പേരാണ് വിശ്വാസത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു യാത്രയിലേക്ക് വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് പോകാനുള്ള ആ യാത്രയിലേക്ക് നമ്മളെ സഹായിക്കുന്ന പൂർവ്വപിതാക്കന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും നമുക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ജീവിത അനുഭവങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ പറയുന്ന വ്യക്തികളിലൂടെ കടന്നു വന്നിരിക്കുന്ന ചില പ്രത്യേകതകളെ അല്ലെങ്കിൽ ചില സ്വഭാവ പ്രത്യേകതകളെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. പ്രത്യേകമായ രീതിയിൽ ഇഷ്മായേലിനെ നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഇഷ്മായേലും ഇസഹാക്കും തമ്മിൽ വേറിട്ട് നിൽക്കുന്നത്? ഇസഹാക്കിലൂടെ എങ്ങനെയാണ് വാഗ്ദാനത്തിൻ്റെ അനുഭവം കടന്നു വരിക? 2 നമ്മൾ കണ്ടു, യാക്കോബിലൂടെ എങ്ങനെയാണ് പ്രോമിസ് കടന്നു വരുന്നത്? ഏസാവ് എന്ന് പറയുന്ന മകനെ മാറ്റി നിർത്തിക്കൊണ്ട് യാക്കോബിന് പ്രാധാന്യം കൊടുത്ത് ഒരു പ്രോമിസ്ഡ് ലൈനിലേക്ക് കൊണ്ടുവരുന്നത്. 3 നമ്മൾ കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ജൂദ എന്ന് പറയുന്ന മകന് കൂടുതലായിട്ട് പ്രോമിനൻസ് കൊടുത്തിരിക്കുന്നത് യാക്കോബിൻ്റെ ജീവിതത്തിൽ. കാരണം ജൂദ എന്ന് പറയുന്നത് ലയ എന്ന് പറയുന്ന ഭാര്യയിൽ നിന്നുണ്ടാകുന്ന 4ാമത്തെ പുത്രനാണ്. ആ 4ാമത്തെ പുത്രനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? 3 പുത്രന്മാർ മുമ്പിലുണ്ടായിരുന്ന റൂബൻ, ശിമയോൻ, ലേവി, 3 പുത്രന്മാരുണ്ടായിരുന്ന അവരെയൊക്കെ പിന്മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് ജൂദ എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രോമിനൻസ് കിട്ടുന്നത്? ഇതൊക്കെ നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ എല്ലാം അടിസ്ഥാനം കാണുന്ന ഭാഗമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണങ്ങളെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രവുമായിട്ട് ഒട്ടേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഉൽപ്പത്തി പുസ്തകം ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ആമുഖമാണ്. നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ 3 പ്രധാനപ്പെട്ട വ്യക്തികളുടെ പ്രത്യേകതകൾ ഒരു നിയമം കൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 21-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ കാണപ്പെടുന്ന ഒരു നിയമവുമായിട്ട് ഇതിനെ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും. ആ നിയമം ആദ്യജാതൻ്റെ നിയമമാണ്. ഇങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. നിയമാവർത്തന പുസ്തകം 21-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. ഒരുവന് ദുർവാശിക്കാരനും ധിക്കാരിയും മാതാപിതാക്കന്മാരുടെ വാക്ക് കേൾക്കുകയോ ശിക്ഷിച്ചാൽ പോലും അവരെ അനുസരിക്കുകയോ ചെയ്യാത്തവനുമായ ഒരു മകനുണ്ടെന്നിരിക്കട്ടെ, മാതാപിതാക്കന്മാർ അവനെ പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്ന് അവരോട് പറയണം, ഞങ്ങളുടെ ഈ മകൻ ദുർവാശിക്കാരനും ധിക്കാരിയുമാണ്, അവൻ ഞങ്ങളെ അനുസരിക്കുന്നില്ല, ഭോജനപ്രിയനും മദ്യപനുമാണ്. അപ്പോൾ പട്ടണവാസികൾ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അങ്ങനെ ആ തിന്മ ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. ഇസ്രായേൽ മുഴുവൻ ഇത് കേട്ട് ഭയപ്പെടട്ടെ. ഇത് കൊടുത്തിരിക്കുന്ന ഭാഗം ആദ്യജാതൻ്റെ അവകാശത്തെക്കുറിച്ചുള്ള ഭാഗമാണ്. എങ്ങനെയാണ് ആദ്യജാതൻ്റെ അവകാശം സംരക്ഷിക്കപ്പെടുന്നത്, ആദ്യജാതൻ്റെ അവകാശം നിരാകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത്?
ആദ്യജാതൻ്റെ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടത് എല്ലാവരുടെയും കടമയാണ്. ആദ്യജാതൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ പഴയ നിയമ കാഴ്ചപ്പാടനുസരിച്ച് ഒരു അപ്പൻ്റെ ശക്തിയാണ് ആദ്യജാതൻ. രണ്ടാമതായിട്ട് കാണുന്നത് ഈ ആദ്യജാതൻ്റെ അനുഭവം എങ്ങനെയാണ് നിരാകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിഷേധിക്കപ്പെടുന്നത്. കാരണം പറയുന്നത് ഒരുവന് ഒരു മാതാപിതാക്കൾക്ക് ദുർവാശിക്കാരനും പറഞ്ഞാൽ അനുസരിക്കാത്തവനുമായ മകനുണ്ടായിരിക്കെ, അതായത് ദൈവിക നിയമങ്ങളോട് കൂറു പുലർത്താത്ത, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്ത, ദൈവിക നിയമങ്ങളോട് വിധേയത്വമില്ലാത്ത ഒരു മകനുണ്ടായിരിക്കെ അവന് അങ്ങനെയുള്ള അവസരത്തിൽ ഈ മാതാപിതാക്കൾ ആ പട്ടണവാതിൽക്ക് ചെന്ന് അവരോട് പറയണം, ഇവൻ ഇങ്ങനെയുള്ളവനാണ്, അതിനാൽ ഇവൻ്റെ പുത്രാവകാശം, ആദ്യജാതൻ്റെ അവകാശം ഇതോടുകൂടി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് നിയമം. ഈ നിയമം അനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിക്ക് ഹാഗാറിലുണ്ടായ മകനാണ് ഇഷ്മായേൽ. അതിനുശേഷമാണ് ഇസഹാക്ക് എന്ന് പറയുന്ന മകൻ സാറായിൽ ഉണ്ടാകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇഷ്മായേൽ എന്ന് പറയുന്ന മകനാണ് ആദ്യജാതൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവൻ്റെ ആദ്യജാതൻ്റെ അവകാശം നിഷേധിക്കപ്പെടുന്നത് ഇപ്രകാരമാണ്. ഒന്നാമതായി നമ്മൾ നോക്കുമ്പോൾ ഇഷ്മായേൽ പിൽക്കാലത്ത് അവൻ മറ്റ് സ്ത്രീകളുമായി ചേരുന്നു, വിജാതീയ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നു, ദൈവിക നിയമത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു. അതിനാൽ ഇഷ്മായേൽ ഇസഹാക്കിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ഇഷ്മായേലിൻ്റെ ആദ്യജാതൻ്റെ അവകാശം ഇസഹാക്ക് സ്വന്തമാക്കുന്നു. അതാണ് നിയമം. 2, ഇസഹാക്കിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഏസാവും യാക്കോബും. ഏസാവും ഇതുപോലെ ഹിത്യ സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. അതിനുശേഷം ഏസാവ് ഇഷ്മായേലിൻ്റെ പുത്രിയെ കല്യാണം കഴിക്കുന്നു. അതുവഴിയായി ദൈവിക നിയമത്തെ ധിക്കരിക്കുന്നു. അതോടുകൂടി ഇഷ്മായേൽ മാറ്റപ്പെടുന്നു. ജൂദയ്ക്ക് ആദ്യജാതനെ അവകാശം കിട്ടുന്നത് റൂബൻ എന്ന് പറയുന്ന മകൻ, യാക്കോബിൻ്റെ മൂത്തപുത്രനായ റൂബൻ യാക്കോബിൻ്റെ ഭാര്യയോടൊപ്പം ശയിച്ചു. അതുവഴിയായി ലേവ്യരുടെ 18-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന നിയമപ്രകാരമുള്ള ആ ലംഘിക്കുന്നതിലൂടെ പുത്രൻ്റെ അവകാശം നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ശിമയോനും ലേവിയും ദീനായെ മാനഭംഗപ്പെടുത്തിയതിൻ്റെ കേസിൽ പ്രതികളായിരുന്ന ഷിക്കേം എന്ന് പറയുന്ന ആളുകൾ പരിച്ഛേദനം ചെയ്തിട്ട് മുറിവുണങ്ങാത്ത സാഹചര്യത്തിൽ അവരെ വധിക്കുന്ന രംഗം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അനീതിപരമായിട്ടുള്ള രംഗമായതിനാൽ അവരുടെ ആദ്യജാതൻ്റെ അവകാശം നിഷേധിക്കപ്പെടുന്നു. അങ്ങനെ ജൂദായ്ക്ക് ആദ്യജാതന് അവകാശം ലഭ്യമാകുന്നു. ഇതെല്ലാം വ്യാഖ്യാനിക്കപ്പെടുന്നത് നിയമങ്ങളിലൂടെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകം എപ്പോഴും നിയമത്തിലൂടെ വ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രധാനപ്പെട്ട പ്രത്യേകതകളൊക്കെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിങ്ങനെയുള്ള വ്യക്തികളിലൂടെ കാണാൻ പറ്റുന്നത്. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇവരെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്രോണോളജിക്കൽ ഹിസ്റ്ററിയിലേക്കല്ല പോകേണ്ടത്. ഇവരെ സമഗ്രമായിട്ട്, ഇവരുടെ ജീവിതത്തെ സമഗ്രമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട്, ഇവരുടെ ജീവിതത്തെ ദൈവിക നിയമങ്ങളുമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങനെയാണ് ചരിത്രകാരൻ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പുനർവ്യാഖ്യാനമാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ജീവിതത്തിലൂടെ കടന്നു വരിക. അതുകൊണ്ട് അങ്ങനെയുള്ള സമീപനമാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് ഉണ്ടാകേണ്ടതെന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അബ്രാഹാം എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കൊന്ന് എടുക്കാം. 12-ാമത്തെ അധ്യായം മുതൽ അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അവ്രാം. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കൊടുത്തിരിക്കുന്നത് സാറായി. സഹോദരപുത്രൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ലോത്ത്. 3 പേരുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവ്രാം, സാറായി എന്നിങ്ങനെയുള്ള പേരുകൾ ബാബിലോൺ ദേവന്മാരുടെയും ദേവതകളുടെയും പേരിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകത അബ്രാം, സാറായി എന്നിങ്ങനെയുള്ള പേരുകൾക്ക് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവരുടെ പേര് മാറുന്ന രംഗമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ അബ്രാമിനെ ദൈവമായ കർത്താവ് വിളിക്കുന്നു. അബ്രാം, ഇനി മുതൽ നിന്റെ പേര് അബ്രാഹാം എന്നായിരിക്കും.
സാറായി ഇനി മുതൽ സാറ എന്നായിരിക്കും പേര്. പേര് മാറ്റപ്പെടുമ്പോൾ തന്നെ ഒരു പ്രത്യേകതകൾ ഉണ്ടാകും. ആ പ്രത്യേകത ഹ എന്ന് പറയുന്ന ഹെബ്രായ വാക്ക് അതിനോട് ചേർത്ത് വെക്കുകയാണ്. എന്താണ് ഹ എന്ന് പറയുന്ന ഹെബ്രായ വാക്ക്? ഹ എന്ന് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പേരാണ്. യാഹുവേ എന്ന പേരാണ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഹ. അങ്ങനെയാണ് അബ്രാഹാം, സാറായ്ക്കുള്ള അവസാനത്തെ ഹായാണ്. അവരുടെ പേരിനോട് ദൈവത്തിൻ്റെ പേര് കൂട്ടിപ്പിടിപ്പിക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള പേര് മാറ്റങ്ങൾ പ്രധാനമാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ. അതായത് അബ്രാം എന്ന് പറയുന്ന വ്യക്തി ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമായി വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിച്ച് ദൈവത്തിൻ്റെയോട് ചേർന്ന് ഒരു പേര് സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അബ്രാമിന് കിട്ടുന്ന വാഗ്ദാനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ബാബിലോണിൽ ആയിരുന്ന അബ്രാം, സാറായി അവരുടെ ബാബിലോൺ ദേവന്മാരുടെ പേരുകൾ സ്വീകരിച്ചു. അത് അവരിൽ നിന്ന് മാറ്റി ഏകദൈവമായ യഹോവയുടെ പേരുകൾ സ്വീകരിക്കുന്നതിലൂടെ ദൈവമായ കർത്താവ് കൽപ്പിച്ച വാഗ്ദാനങ്ങളെല്ലാം മക്കളെ കൊടുക്കുന്നു, അതുപോലെ തന്നെ ദേശം കൊടുക്കുന്നു. ഈ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അബ്രാമിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത. 12-ാമത്തെ അധ്യായത്തിലൊക്കെ 12, 13, 14, 15, 16 അധ്യായങ്ങളിലൊക്കെ ഈ അബ്രാമിൻ്റെ പേര് അബ്രാം എന്ന് തന്നെയായിരുന്നു. എന്നാൽ 17-ാം അധ്യായം മുതൽ അബ്രാഹാം എന്ന് ആക്കിയപ്പോൾ 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതാ ഒരു പുതിയ മകനെ കിട്ടുകയാണ്. ഒരു 3 പേര് വന്ന് അബ്രാഹാമിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഇതാ അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ വരും, അപ്പോൾ സാറായിൽ നിന്ന് നിനക്കൊരു കുഞ്ഞുണ്ടാകും എന്ന് പറഞ്ഞ് അബ്രാഹാമിനെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ കാണുന്നു. അതിനുശേഷം സാറായിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാകുന്നു, അവന് ഇസഹാക്ക് എന്ന് പേര് ലഭ്യമാകുന്നു. അതിനുശേഷം ഇസഹാക്കിനെ സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന അബ്രാഹത്തെ കാണുന്നു. ഇതെല്ലാം അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അബ്രാഹാം എന്ന് പേര് വരുന്നതിന് മുമ്പും പേര് വരുന്നതിന് ശേഷവുമുള്ള ജീവിതത്തിൻ്റെ സംഭവങ്ങളെ ഒന്ന് അപഗ്രഥിക്കുന്നത് നല്ലതായിരിക്കും. എങ്ങനെയാണ് പേര് മാറുന്നതിന് മുമ്പുണ്ടാകുന്ന അനുഭവങ്ങൾ? ഒന്നാമത്തെ അനുഭവമാണ് അബ്രാം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നത്. ഈജിപ്ത് ദേശത്തേക്കുള്ള അബ്രാമിൻ്റെ യാത്ര. ഈജിപ്ത് ദേശത്തേക്ക് അബ്രാം പോകുന്നത്. ഈജിപ്ത് ദേശം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ശത്രുവായിട്ടാണ് എപ്പോഴും വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈജിപ്ത് ഇസ്രായേലിൻ്റെ ശത്രുവാണ്. ഈജിപ്ത് എപ്പോഴും ആ രീതിയിലാണ് കാണുക. പുറപ്പാടിൻ്റെ പുസ്തകത്തിലും അതുപോലെ തന്നെ ജെറമ്യായുടെ പുസ്തകത്തിലുമൊക്കെ ഈജിപ്തിനെ അവതരിപ്പിച്ചിരിക്കുന്ന പ്രവാചകന്മാരുടെ എല്ലാ പുസ്തകങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നത് ശത്രുവായിട്ടാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, അബ്രാമിൻ്റെ കാലത്ത് ഒരു വലിയ ക്ഷാമമുണ്ടായി. കാനാൻ ദേശത്ത് വസിച്ചിരുന്ന അബ്രാമിൻ്റെ കാലത്ത് വലിയ ഒരു ക്ഷാമമുണ്ടായി. ആ ക്ഷാമത്തിൻ്റെ സമയത്താണ് അദ്ദേഹം ഈജിപ്ത് എന്ന് പറയുന്ന ദേശത്തേക്ക് പോകുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈജിപ്ത് ദേശത്തേക്ക് അവർ പോകുന്നത്? ഇസ്രായേൽ അല്ലെങ്കിൽ കാനാൻ എന്ന് പറയുന്ന ദേശത്തിന് ചുറ്റുമുള്ള മറ്റു ദേശങ്ങളുണ്ട്. ഒന്ന് ഈജിപ്ത്, അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹാരാൻ കാണും, പിതാക്കന്മാരൊക്കെ താമസിച്ചിരുന്നതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മെസ്സപ്പൊട്ടാമിയയിലേക്ക്, ബാബിലോണിലേക്ക് തിരികെ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോയി? വേറെ ഒരു സ്ഥലത്തേക്കും പോകാതെ ഈജിപ്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? അതിന് കാരണമുണ്ട്. അതിൻ്റെ എന്നാൽ യാക്കോബ് നോക്കിക്കേ, യാക്കോബ് ഏസാവിൽ നിന്ന് ഒളിച്ചോടി പോകുമ്പോൾ നേരെ ഈജിപ്തിലേക്കല്ല പോകുന്നത്, ഹാരാനിലേക്കാണ് പോകുന്നത്. അബ്രാമിന് ഹാരാനിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു, ഒപ്പം ബാബിലോണിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി. പിന്നെ എന്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോയി? ഈ ചോദ്യം മനസ്സിലാക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടുന്നത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഈ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ സ്വാധീനിച്ച വലിയൊരു സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്ത് നമുക്കറിയാം ക്രേഡിൽ ഓഫ് സിവിലൈസേഷൻ എന്നാണ് വിശേഷിപ്പിക്കുക. എല്ലാ സംസ്കാരങ്ങളുടെയും പിള്ളത്തൊട്ടിലാണ് ഈജിപ്ത്. സുമേറിയൻ സംസ്കാരമുണ്ട് 5000 BC. അതുപോലെ തന്നെ
ഈ ഏൻഷ്യൻ നിയർ ഈസ്റ്റിൽ അതേ കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഒരു സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്തിലെ ആദ്യത്തെ രാജാവായിരുന്നു മേനസ് എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ആദ്യത്തെ ഈജിപ്ഷ്യൻ തലസ്ഥാനമായ മെംഫിസ് എന്ന് പറയുന്ന തലസ്ഥാനം രൂപപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം ഈ ഈജിപ്തിനെ വളരെയധികം, ഈജിപ്ത് എന്ന് പറയുന്നത് ഒരൊറ്റ ഒരു സമൂഹമായിട്ട് ഒന്നിച്ച് അവർ കൊണ്ടുപോവുകയാണ്. പിൽക്കാലങ്ങളിൽ ഈജിപ്ത് ഡിവൈഡ് ചെയ്യപ്പെട്ടു. ലോവർ ഈജിപ്റ്റ് എന്നും അപ്പർ ഈജിപ്റ്റ് എന്നും ഡിവൈഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ ലോവർ ഈജിപ്തിനെ ഭരിക്കാൻ വേണ്ടി രാജാക്കന്മാരുണ്ടായിരുന്നു, അപ്പർ ഈജിപ്തിനെ ഭരിക്കാൻ വേണ്ടി രാജാക്കന്മാരുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിൽക്കാലങ്ങളിലാണ് 3000 BC മുതൽ ഫറവോ എന്ന് പറയുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു. ഫറവോ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്, രാജാവിന് കൊടുക്കുന്ന സ്ഥാനപ്പേര്. ഇവരെ വിശേഷിപ്പിക്കുന്നത് രാജവംശങ്ങളായിട്ടാണ്. എനിക്ക് തോന്നുന്നു 1 മുതൽ 26 രാജവംശങ്ങൾ വരെ നമുക്ക് ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈജിപ്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ വിപുലമായൊരു ചരിത്രമാണ് കാണുന്നത്. ആരംഭകാലത്ത് 5000 BC മുതൽ ആരംഭിച്ച ഒരു സംസ്കാരം 3000 BC ആയപ്പോഴത്തേക്കിനും വീണ്ടും സ്നെഫ്രു എന്ന് പറയുന്ന രാജാവ്, സ്നെഫ്രുവിൻ്റെ കാലത്ത് 3000 BC കാലഘട്ടത്തിൽ, അതിനുശേഷം കടന്നു വന്ന ഹോഫ്രു എന്ന് പറയുന്ന ഒരു രാജാവ്, ഇവരുടെയൊക്കെ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈജിപ്ഷ്യൻ പിരമിഡുകൾ കടന്നു വരിക. ഏകദേശം 2650 BC ഒക്കെ കാലഘട്ടത്തിലാണ് ഈ ഈജിപ്ഷ്യൻ പിരമിഡുകൾ കടന്നു വരിക. ഹോഫ്രു എന്ന് പറയുന്ന രാജാവിൻ്റേതാണ് ഏറ്റവും വലിയ പിരമിഡായിട്ട് നിൽക്കുന്നത്. അതിനുശേഷം അവൻ്റെ പുത്രൻ്റെ ഒരു പിരമിഡ്, അതിനുശേഷം അവൻ്റെ പൗത്രൻ്റെ മറ്റൊരു പിരമിഡ്. ഇതാണ് 3 പ്രധാനപ്പെട്ട പിരമിഡുകൾ, ഏൻഷ്യൻ്റ് പിരമിഡുകളായി ഇന്നും ഈജിപ്തിലെ ഒരു നഗരമായ കൈറോയ്ക്കടുത്തുള്ള ഗീസ എന്ന് പറയുന്ന പ്രദേശത്ത് ഉള്ളത്. അപ്പോൾ ഇത്രമാത്രം വിപുലമായിട്ടുള്ള ഒരു സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. ആ സംസ്കാരത്തിലെ ഫറവോകൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഫറവോയുടെ പ്രത്യേകത അവർ ഡൈനാസ്റ്റികളാണ്. ഫറവോ അതിലൊരു ഡൈനാസ്റ്റിയാണ് ഹിക്സോസ് ഡൈനാസ്റ്റി. അതിനു മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ ഈജിപ്ത് ഭരിച്ചിരുന്നത് അവിടെയുള്ള രാജാക്കന്മാരായിരുന്നു, ഈജിപ്തിൻ്റെ ദേശത്ത് ജനിച്ചവരായിരുന്നു. എന്നാൽ ഹിക്സോസ് ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഡൈനാസ്റ്റി സിറിയ പാലസ്തീന എന്ന പ്രദേശത്തുള്ള ആളുകൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നുള്ള രാജാക്കന്മാരായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഇവർക്കൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ഈജിപ്തിൽ നിന്ന് ഈ സിറിയ പാലസ്തീനയിലേക്ക് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, ഒരു വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ആളുകൾ അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് വരികയും ഒക്കെ ചെയ്തിരുന്ന കാലഘട്ടമാണ് 1700 കാലഘട്ടമൊക്കെ എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ഹിക്സോസ് ഡൈനാസ്റ്റിയുടെ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഈജിപ്ത് ദേശവും ഇസ്രായേൽ ജനവും തമ്മിൽ വ്യാപാര ബന്ധമുണ്ടായിരുന്നത് കൊണ്ട്, അവിടേക്ക് പോവുകയും വരികയും ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അബ്രാം, ലോത്ത്, സാറായി എന്നിവർ ആ കാലഘട്ടത്തിൽ ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്ത് എന്ന ദേശത്തെ അഭയം പ്രാപിച്ചു. അതാണ് അതിൻ്റെ അകത്തെ സത്യം. അപ്പോൾ ഇതിന് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്താണ് പൊളിറ്റിക്കൽ ഈജിപ്ത് ദേശവുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ബന്ധമല്ല, ചുമ്മാ പോവുകയല്ല ചെയ്യുന്നത്. അവിടേക്ക് അബ്രാമിന് പോകാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമുള്ള പല മാർഗങ്ങളുമുണ്ട്, പല സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ അവിടെ ഒന്നും അബ്രാം പോയില്ല. ഈജിപ്ത് ദേശത്തേക്ക് പോകാനുള്ളതിൻ്റെ കാരണം, ഈജിപ്ത് ദേശത്ത് അന്ന് ഭരിച്ചിരുന്ന ഫറവോയായ ഹിക്സോസ് ഡൈനാസ്റ്റി ഒരു വ്യാപാര ബന്ധം, മെഡിറ്ററേനിയൻ കടലിൻ്റെ സൈഡിൽ കൂടി ഒരു വ്യാപാര ബന്ധം സിറിയ പാലസ്തീനയിലേക്കും ഈജിപ്തുമായിട്ട് ബന്ധപ്പെടുത്തി സ്ഥാപിച്ചു. ഇതാണ് ഒന്നാമത്തെ കാര്യം. എന്നാൽ നോക്കിക്കോണം, കുറച്ച് കഴിയുമ്പോഴത്തേനും ഇസഹാക്ക് കടന്നു വരുന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ 1700 കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ഹിക്സോസ് ഡൈനാസ്റ്റി, ആ ഡൈനാസ്റ്റി അവസാനിച്ചു. ആ ഡൈനാസ്റ്റി അവസാനിച്ചപ്പോഴത്തേനും വീണ്ടും ആ വ്യാപാര ബന്ധങ്ങളൊക്കെ അവസാനിച്ചു. കുറച്ച് കഴിയുമ്പം ഇസഹാക്ക് കടന്നു വരുന്നു. ഇസഹാക്കിൻ്റെ ജനനത്തിന് ശേഷം ആ സമയത്ത് വീണ്ടും ഒരു ക്ഷാമം ഉണ്ടായി എന്ന് ഉൽപ്പത്തി 26-ാമത്തെ അധ്യായത്തിൽ പറയുന്ന അബ്രാമിൻ്റെ കാലത്ത് ഉണ്ടായതുപോലെയുള്ള മറ്റൊരു ക്ഷാമം ഇസഹാക്കിൻ്റെ കാലഘട്ടത്തിലും ഉണ്ടായി. ഇസഹാക്ക് ഗരാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈജിപ്ത് ദേശത്തിലേക്ക് അബിമലേക്കിനെ കാണാൻ വേണ്ടിയിട്ട് പുറപ്പെടാൻ തുടങ്ങി. ഉടനെ ദൈവം പറഞ്ഞു, അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ പൊളിറ്റിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹിക്സോസ് ഡൈനാസ്റ്റി കഴിഞ്ഞു, അടുത്ത ഡൈനാസ്റ്റി വന്നു, വ്യാപാര ബന്ധം തീർന്നു. അതുകൊണ്ട് ഈജിപ്തുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു. എന്നാൽ
ആ ഒരു ചരിത്ര സംഭവത്തെ, പൊളിറ്റിക്കൽ റിയാലിറ്റിയെ വിശുദ്ധ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്ന മറ്റൊരു രീതിയിലാണ്. അത് പിന്നീട് പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. കാരണം അവിടെ എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത്, ഇസഹാക്ക് ആരുടെ പുത്രനാണ്, എന്താണ് ഇസഹാക്കിൻ്റെ ഐഡൻറ്റിറ്റി, ആ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അവിടെ. അപ്പോൾ ഇത് രണ്ടും കൂടെ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അബ്രഹാം എന്ന് പറയുന്നത് ഈജിപ്ത് ദേശത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നു ഹിക്സോസ് ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തോട് അനുബന്ധിച്ച്. ഇനി ഈ ഇത് എന്തൊക്കെ സംഭവിക്കുന്നു? ഈ ഫറവോ എന്നോട് അടുത്ത് ചെല്ലുന്നു. അപ്പോഴാണ് ഫറവോ ഈ സ്ത്രീയെ കാണുന്നത്, സുന്ദരിയായ സാറായിയെ കാണുന്നത്. സാറായി കാണുന്ന അവസരത്തിൽ എന്താ സംഭവിക്കുക? സ്വന്തം ഭാര്യയായിട്ട് സ്വീകരിക്കാനുള്ള ആഗ്രഹം ഫറവോയ്ക്ക് തോന്നുന്നു. അങ്ങനെ സാറായും അബ്രഹാം സാറായി ദമ്പതികൾ ഈജിപ്ത് ദേശത്ത് അടിമകളായിട്ട് തീരുന്ന സാഹചര്യം. ഈ അടിമത്തം എങ്ങനെയുള്ള അടിമത്തമായിരുന്നുവെന്നും എന്താണ് അതിൻ്റെ അർത്ഥമെന്നും ഒക്കെ ഇനി അടുത്ത എപ്പിസോഡിലൂടെ നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരു എപ്പിസോഡ് കണ്ടിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. എപ്പിസോഡുകൾ എല്ലാം തന്നെ ഓരോന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം കിട്ടുകയുള്ളൂ. കാരണം ഇതിൽ 30 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അടുത്ത ഭാഗം വരുമ്പോഴത്തേക്കിനും നമ്മൾക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, ക്ലാരിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. ജീവൻ നൽകും വചനം. ജ്ഞാനം നൽകും വചനം.